നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ മധ്യമേഖലാ ജാഥയ്ക്ക് താവത്ത് തുടക്കമായി. ശിലായുഗത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന തരത്തിലാണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നതെന്ന ഉദ്ഘാടന യോഗത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലന കേന്ദ്രത്തിനുള്ള പുരസ്കാരം പെരിങ്ങോം CRPF ക്യാമ്പിന്. അവാർഡ് ജേതാക്കൾക്ക് പൗരാവലിയുടെയും ക്യാമ്പംഗങ്ങളുടെയും വർണ്ണശബളമായ സ്വീകരണം. പാചകവാതകത്തിനുള്ള സബ്സിഡി അടുത്ത വർഷം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. കുടുംബ ചിലവുകളെ ഇത് സാരമായി തന്നെ ബാധിക്കുമെന്നാണ് വീട്ടമ്മമാരുടെ നിലപാട്. ഓരോ മാസവും 4 രൂപ കൂട്ടാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. കർക്കിടകത്തിന്റെ ദുർദേവതകളെ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ വരവായി. മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. ആടിവേടനും ഗൃഹസന്ദർശനം സജീവം. വെറ്റ്ലാൻഡ് പ്രശ്നം. മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ. വാർത്തകൾ വിശദമായി. ശിലായുഗത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന തരത്തിലാണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നും ജയരാജൻ അഭിപ്രായപ്പെട്ടു. DYFI മധ്യമേഖലാ ജാഥ താവത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ പക്ഷത്താണ് ഇന്ത്യ. അമേരിക്കൻ പക്ഷത്ത് നിന്ന് നരേന്ദ്രമോദി മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുകയാണ്. RSSും നരേന്ദ്രമോദിയും ചേർന്ന് അമേരിക്കയ്ക്ക് വിടുപണി ചെയ്യുകയാണെന്നും EP ജയരാജൻ പറഞ്ഞു. ശിലായുഗത്തിൽ ജീവിക്കേണ്ടവരാണ് അവര്. ആ ശിലായുഗത്തിലെ കാലഘട്ടത്തിലേക്ക് ഈ ന്യൂ ജനറേഷനെ കൊണ്ടുപോകാൻ നമ്മുടെ സമൂഹത്തിന്റെ ബുദ്ധിപരമായിട്ടുള്ള എല്ലാ വളർച്ചയെയും മുരടിപ്പിക്കാനും തകർക്കാനുമാണ് ഇപ്പോൾ RSS സംഘപരിവാറിന്റെ ശ്രമം. അതുവഴി രാജ്യം അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും നെടും തൂണുകളായിട്ട് ഉയരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പുതിയ തലമുറ പഠിച്ച് മിടുക്കരായി രാജ്യത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി. DYFI ജില്ലാ കാൽനട പ്രചരണ ജാഥ താവത്ത് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ലീഡർ N അനൂപ്, MV രാജീവൻ, PP ഷാജിർ, K മോഹനൻ, N ശ്രീധരൻ, സജിത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലന കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ട പെരിങ്ങോം CRPF ക്യാമ്പിന് പൗരാവലിയുടെയും ക്യാമ്പംഗങ്ങളുടെയും വർണ്ണശബളമായ സ്വീകരണം. കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ CRPF DIGP MJ വിജയ് ട്രോഫി ഏറ്റുവാങ്ങി. ട്രോഫിയുമായി ഡൽഹിയിൽ നിന്നും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സേനാ കമാൻഡന്റിനെയും മറ്റ് ജവാന്മാരെയും തുറന്ന ജീപ്പിൽ സ്വീകരിച്ച് ആനയിച്ചാണ് ക്യാമ്പിലെത്തിച്ചത്. ചെണ്ടമേളത്തിന്റെയും CRPF ജവാന്മാരുടെയും ഹർഷാരവങ്ങളുടെ അകമ്പടിയോടെ പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച യാത്ര വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് അരവഞ്ചാലിലെത്തിയത്. അരവഞ്ചാൽ ടൗണിലെ പൗരാവലിയുടെ സ്വീകരണ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. അരവഞ്ചാൽ ടൗൺ മുതൽ ക്യാമ്പ് വരെ വിന്യസിച്ചിരുന്ന ജവാന്മാർ ഹർഷാരവം മുഴക്കിയാണ് ട്രോഫിയെ സ്വീകരിച്ചത്. ഇന്ത്യയിലെ ആകെയുള്ള 20 ട്രെയിനിങ് ക്യാമ്പുകളിൽ നിന്നാണ് മലയോരത്തെ ഈ സ്ഥാപനം ഒന്നാമതായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 275 ഏക്കർ സ്ഥലത്ത് 2007 പ്രവർത്തനം ആരംഭിച്ച ഈ പരിശീലന കേന്ദ്രത്തിന് ഈ കാലയളവിൽ തന്നെ നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന രംഗത്ത് വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ കാലയളവിൽ ഇവർക്ക് കഴിഞ്ഞു. 10 മാസക്കാലം തുടർന്ന ട്രെയിനിങ് ക്യാമ്പിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ജവാന്മാരാണ് പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. തീവ്രവാദി, മാവോയിസ്റ്റ് തുടങ്ങിയവരെ നേരിടുന്നതിനുള്ള പ്രത്യേക പരിശീലനവും ഇവിടെ നിന്നും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. സ്വീകരണത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിൽ ക്യാമ്പ് കമാൻഡന്റ് ഓഫീസർ ഫിറോജ് കജൂർ ഉദ്ഘാടനം ചെയ്തു. और इसमें हमारे जो पेरिंगम के बाकी सिविल स्टाफ हैं, पुलिस हैं, शायद इनके मदद के बगैर ये अधूरा होता. ചീഫ് മെഡിക്കൽ ഓഫീസർ PG രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P നളിനി, PV തമ്പാൻ, കരുണാകരൻ മാസ്റ്റർ, ശ്രീനാഥ്, അഭിലാഷ്, വിജോസ് തുടങ്ങി നിരവധി പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പാചകവാതകത്തിനുള്ള സബ്സിഡി അടുത്ത വർഷം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള തീരുമാനം വീട്ടമ്മമാർ ആശങ്കയോടെയാണ് കാണുന്നത്. കുടുംബ ചെലവുകളെ ഇത് സാരമായി തന്നെ ബാധിക്കുമെന്നാണ് വീട്ടമ്മമാരുടെ നിലപാട്. ഓരോ മാസവും 4 രൂപ കൂട്ടാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അങ്ങനെ അടുത്ത വർഷം മാർച്ചോടെ സബ്സിഡി സംവിധാനം പൂർണ്ണമായും ഇല്ലാതാകും.
പാചകവാതക സിലിണ്ടറിന്റെ സബ്സിഡി പടിപടിയായി അവസാനിപ്പിക്കാനുള്ള തീരുമാനം അടുക്കളയിലെ ചിലവുകളെ ബാധിക്കുമെന്ന് തന്നെയാണ് വീട്ടമ്മമാർ പറയുന്നത്. GST വന്നതോടെ തന്നെ 35 രൂപയോളം വ്യത്യാസമാണ് ജൂലൈ മുതൽ ഒരു സിലിണ്ടറിന് വന്നത്. സബ്സിഡി മാറ്റുന്നതോടെ ഇപ്പോഴത്തെ നിരക്കിൽ ഒരു വർഷം 1200-ലധികം രൂപ വ്യത്യാസം വരും. വില കൂട്ടിയാൽ ഇത് വേറെയും നൽകണം. വിറക് ഉപയോഗിക്കുന്ന അടുപ്പിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയിലെത്തിക്കുമെന്നാണ് അന്നൂരിലെ സൗദാമിനി ടീച്ചർ പറയുന്നത്. ദുരിതാണെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. അടുത്ത മാർച്ച് മാസത്തോടെ ഇങ്ങനെ നിർത്തലാക്കിയാൽ എല്ലാവരും കുഴങ്ങും. വീട്ടിലുള്ളവർക്ക് വളരെ പ്രയാസമാണിത്. ഇപ്പോൾ തന്നെ പച്ചക്കറിക്കും ഇതിനും ഭയങ്കര വിലയാണ്. ഗ്യാസിനെയും കൂടെ ഇങ്ങനെ സബ്സിഡി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമൊക്കെ ദുരിതമാവും. നമ്മളൊക്കെ പഴയ സെറ്റപ്പിലേക്ക് പോകേണ്ടി വരും. അതിന് മാത്രമുള്ള അടുക്കളയല്ല ഇപ്പോഴത്തെ അടുക്കള. പഴയ അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. GST വന്നാൽ കുറയും പറഞ്ഞിട്ട് ഇപ്പം GST വന്നിട്ടാണ് എല്ലാത്തിനും വില കൂടുന്നത്. വീട്ടിലെ ചിലവുകൾക്കായി ചെറിയ തുകകൾ മാറ്റിവെക്കുന്ന സാധാരണക്കാരന് LPG വില വർധന തിരിച്ചടിയാവുമെന്നുള്ള സൂചന തന്നെയാണ് വീട്ടമ്മമാർ നൽകുന്നത്. എല്ലാറ്റിനും വില കൂടിയതുകൊണ്ട് വിരത്തിലാവും. തന്നെ ഗ്യാസിനും കൂടി വില കൂടിയാൽ കുറേ കഷ്ടത്തിലാവും നമ്മൾ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. ഭക്തിയുടെ നിറവിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. കർക്കിടകത്തിന്റെ ദുർദേവതകളെ അകറ്റാനാണ് മാരിത്തെയ്യങ്ങൾ കെട്ടിയാടുന്നത്. മാരിത്തെയ്യത്തെ ദർശിക്കാൻ നിരവധി പേരാണ് മാടായിക്കാവ് പരിസരത്ത് എത്തിച്ചേർന്നത്. കർക്കിടകത്തിന്റെ ദുർദേവതകളെ അകറ്റി ഐശ്വര്യ സമൃദ്ധിക്കായി മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. ഉത്തരമലബാറിലെ അനുഷ്ഠാന കലയായ മാരിത്തെയ്യങ്ങളുടെ ഐതിഹ്യം പറയുന്നത് ഇങ്ങനെ. ചിറക്കൽ തമ്പുരാന്റെ നേതൃത്വത്തിൽ ശനിപ്പാട്ടു പാടുവാനും മാരിയെ വിളിപ്പിക്കുവാനും പ്രശ്നവശാൽ തീരുമാനമുണ്ടായി. ഒരു കൂട്ടം മാരി മലയന്റെ കയ്യിലും ഒരു കൂട്ടം മാരി വണ്ണാന്റെ കയ്യിലും ശേഷിക്കുന്ന മാരിക്കൂട്ടത്തെ ഒഴിപ്പിക്കാൻ മേലാളന്മാരാലും ആകാതെ വന്നപ്പോൾ ആചാരപ്പെട്ട പൊള്ളിയെയും പുലിയനെയും ക്ഷേത്രേശ്വരന്മാർ വരുത്തുകയും പൊള്ളിയെയും ശനിയെയും അമ്മ ഭഗവതിയെയും വഴിപാട് കാണുകയും ശനിപ്പാട്ട് പാടാനും ശനിയെ ഒഴിപ്പിക്കാനും പൊള്ളിയെ ആചാരപ്പെടുത്തുകയും ചെയ്തു. കർക്കിടകം 16-ന് മാടായിക്കാവിൻ്റെ കിഴക്ക് വടക്കേ തിരുനടയിൽ ഉച്ചപ്പൂജ കഴിഞ്ഞ തകിലടി കൊട്ടി ഇറങ്ങുമ്പോൾ മാരി ഇറക്കുവാനും ശനിപ്പാട്ട് പാടുകയും ചെയ്യുന്നു. നാടാകപ്പാടി ശനിയെ പൊള്ളയുടെ തറവാട്ടിലെത്തിക്കുകയും 17-ന് പൊള്ളയുടെ തറവാട്ടിൽ ചെന്ന നാടാകപ്പാടി ശനിയെ ഒഴിപ്പിച്ച് ആര്യനാട്ടിൽ തന്നെ തട്ടും തടയും പന്തവും ചൂട്ടും വെച്ച കോഴിയെറുത്ത് കുടല് വലിച്ച് മാലയായി യാത്രയാക്കുന്നു. 6 കോലങ്ങളാണ് പ്രധാനമായി കെട്ടിയാടുന്നത്. മാരിക്കുളിയൻ, മാമായക്കുളിയൻ, മാരിക്കരിച്ചി, മാമായക്കരിച്ചി, മായക്കരുവൻ, മാമായക്കരുവൻ തുടങ്ങിയ കോലങ്ങളാണ് കെട്ടിയാടിയത്. വർഷങ്ങളായി മാട്ടൂരിലെ കുമാരനും സംഘവുമാണ് മാരിത്തെയ്യം കെട്ടിവരുന്നത്. മാരിത്തെയ്യം കാണാൻ വൻ ജനാവലിയാണ് മാടായിക്കാവ് ക്ഷേത്ര പരിസരത്തെത്തിയത്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കർക്കിടകത്തിന്റെ ദുർദേവതകളെ അകറ്റാൻ മാരിത്തെയ്യങ്ങൾ വരവായി. കർക്കിടകം 16-ാം നാളാണ് മാരിത്തെയ്യങ്ങൾ കെട്ടിയാടുന്നത്. വെങ്ങര പുലയൻ സമുദായ സംഘം മാരിത്തെയ്യങ്ങൾ കെട്ടിയാടി. മാരിത്തെയ്യങ്ങൾ മാടായിക്കാർക്ക് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ്. കാലം കെട്ട കർക്കിടകത്തിന്റെ ദുർദേവതകളെ അകറ്റാൻ കെട്ടിയാടുന്ന മാരിത്തെയ്യങ്ങൾ ഇക്കുറിയും അനുഷ്ഠാനപൂർവ്വം നടത്തിവരികയാണ് വെങ്ങര പുലിയൻ സമുദായ സംഘം. വെങ്ങരയിൽ നിന്ന് ആരംഭിക്കുന്ന മാരിത്തെയ്യം മൂലക്കിയിൽ വെള്ളച്ചാൽ വെങ്ങര കുതിരുമ്മൽ പ്രദേശത്തെ വീടുകളിൽ സന്ദർശനം നടത്തും. മാടായിയുടെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ചയാണ് മാടായിലെ മാരിത്തെയ്യങ്ങൾ. മുസ്ലിം ഭവനങ്ങളിൽ നിന്ന് പോലും ഭക്ത്യാദരവപൂർവ്വം മാരിത്തെയ്യങ്ങളുടെ അനുഗ്രഹം വാങ്ങുന്നത് ഈ നാടിന്റെ മതമൈത്രിയുടെ അടയാളപ്പെടുത്തലാണ്. വളരെ ആദരപൂർവ്വമാണ് മാരിത്തെയ്യങ്ങളെ കാണുന്നതെന്ന് വെങ്ങരയിലെ നൌഷാദ് പറയുന്നു. മാരിത്തെയ്യം നമുക്കറിയാവുന്നവർക്കുള്ള ഇതൊരു മതമൈത്രിയുടെ പ്രതീകം കൂടിയാണ്. ആദിയും വാദിയും അകറ്റാൻ വേണ്ടി പണ്ട് കർക്കിടകം 16-ന് കെട്ടിയാടിയ ഈ മാരിത്തെയ്യങ്ങൾ ഇന്നും വളരെ സജീവമായി തന്നെ നിറനാടുന്നുണ്ട്. മാരിത്തെയ്യങ്ങളുടെ ഐതിഹ്യം പറയുന്നത് ഇങ്ങനെ. ആര്യ നാട്ടിൽ നിന്ന് വന്ന കപ്പലിൽ കയറി വന്ന മാരി മാമായാണ്. അപ്പം അത് വീടുകളിലും മറ്റും ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് മാരി ഒഴിപ്പിക്കാൻ വേണ്ടി
ദൈവങ്ങൾ കെട്ടി പുറപ്പെട്ടതാണ് മാരിക്കൊട്ടത്തിൽ. അങ്ങനെ മാരി ഒഴിച്ച് പോകുന്നതാണ് ചടങ്ങ്. അപ്പോൾ നാളെ വൈകിട്ട് ഇവിടെ ഭയങ്കര കയറ്റിലെടുക്കുക. പുലിയൻ സമുദായ സംഘത്തിൽ പിന്നെ ആര്യക്കടലിൽ പാടി ഉറയിച്ച് ആര്യക്കടലിൽ ഒഴുക്കി വിടുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ ഇത് കാണാൻ വരുന്നുണ്ട്. ബുധനാഴ്ച വൈകിട്ട് പുലിയൻ സമുദായ സംഘ പരിസരത്തെ ആര്യക്കടലിൽ ഒഴുക്കിവിടുന്നതോടെ മാരിത്തെയ്യങ്ങൾക്ക് സമാപനമാകും. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വയക്കര വയലിലെ മത്സ്യ വിത്തുൽപാദന വിപണന കേന്ദ്രത്തിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. 7 കോടി രൂപ ചെലവിൽ 3 വർഷം കൊണ്ടാണ് പദ്ധതി പൂർത്തിയാവുക. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മത്സ്യവിത്തുൽപാദന വിപണന കേന്ദ്രം നിർമ്മിക്കുന്നത്. കേന്ദ്രത്തിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളാണ് ആരംഭിച്ചത്. ഇതിനായി ജില്ലാ പഞ്ചായത്ത് അധികൃതരും ഫിഷറീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം PK സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം P ജാനകി, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം MTP നൂറുദ്ദീൻ, പഞ്ചായത്ത് അംഗം PN മനോജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ MT ഗണേശൻ, ഓവർസിയർ ബിജു, ഫിഷറീസ് ഉദ്യോഗസ്ഥരായ മിനി നാരായണൻ, റിജുൽ രാജു, സുനിൽ സാമുൽ എന്നിവരാണ് വയക്കര വയലിലെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രകൃഷി വികാസ് യോജന പദ്ധതി പ്രകാരമാണ് വയക്കര വയലിൽ മത്സ്യവിത്തുൽപാദന വിപണന കേന്ദ്രം ആരംഭിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഉത്തര കേരളത്തിൽ കർക്കിടക തെയ്യങ്ങൾ സജീവമായി. പഞ്ഞക്കർക്കിടകത്തിന്റെ ആധിയും വ്യാധിയും അകറ്റാനാണ് കർക്കിടക തെയ്യങ്ങൾ ഗൃഹസന്ദർശനത്തിനെത്തുന്നത്. ആടിവേടനാണ് ഇതിൽ സജീവമെങ്കിലും മറ്റ് 2 തെയ്യങ്ങൾ കൂടി കർക്കിടക മാസത്തിൽ ഗൃഹങ്ങളിലേക്കെത്തുന്നു. വന്നോടോ എൻ്റെ വരുവത്തെ കടുങ്ങനത്തരിക വേണം, എൻ്റെ വരുവത്തെ കടുങ്ങനത്തന്നില്ലെങ്കിൽ. കാലമെത്ര മാറിയാലും ഗൃഹാതുരതയുടെ ഓർമ്മകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നതാണ് കർക്കിടക തെയ്യങ്ങളുടെ വരവ്. പുതുമഴയേറ്റ് നനഞ്ഞ ഗ്രാമീണ വഴികളിൽ കാൽച്ചിലങ്കകൾ കിലുക്കി കർക്കിടക തെയ്യങ്ങൾ സജീവമായി. മിഥുനമഴയേറ്റ് മിനുങ്ങിയ പ്രകൃതിയുടെ പച്ചപ്പിലൂടെ കർക്കിടക മാസത്തിലെ ചാറ്റൽ മഴയ്ക്കൊപ്പം തുടികളിലൂടെയും പാടവരമ്പുകളിലൂടെയും നടന്നു നീങ്ങുന്ന തെയ്യക്കോലങ്ങളുടെ ചുവന്ന വർണ്ണക്കാഴ്ചകൾ നാട്ടിൻപുറങ്ങൾക്ക് നന്മയുടെ ഭംഗിയേകുന്നു. പൊന്നിൻചിങ്ങത്തെ വരവേൽക്കുന്നതിന് മുൻപ് പഞ്ഞക്കർക്കിടകത്തിന്റെ ദോഷങ്ങൾ അകറ്റുന്നതിനാണ് വീടുകളിൽ തെയ്യങ്ങൾ എത്തുന്നത്. ചിലയിടങ്ങളിൽ കർക്കിടകം 1 മുതൽ തന്നെ തെയ്യം എത്താറുണ്ടെങ്കിലും സജീവമാകുന്നത് കർക്കിടകം 16ഓടെയാണ്. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചും 3 തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നതിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന് പാശുപതാസ്ത്രത്തിനു വേണ്ടി അർജുനൻ ശിവനെ തപസ്സു ചെയ്യുന്നു. അർജുനനെ പരീക്ഷിക്കാനായി ശിവൻ വേടനായി വന്ന് തപസ്സു മുടക്കുന്നു. ദേഷ്യം വന്ന അർജുനൻ വേടനുമായി യുദ്ധത്തിലേർപ്പെടുന്നു. പാർവതി വേടത്തിയായി വന്ന് ശിവനെ സഹായിക്കുന്നു. യുദ്ധത്തിൽ അർജുനൻ തോൽക്കുകയും ചെയ്യുന്നു. ഗത്യന്തരമില്ലാതെ അർജുനൻ ശ്രീകൃഷ്ണനെ വിളിച്ച് അഭയം പ്രാപിക്കുന്നു. വേടനായി വന്നത് പരമശിവൻ തന്നെയാണെന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് വെളിപ്പെടുത്തുന്നു. അങ്ങനെ അർജുനന്റെ അഹങ്കാരം ശമിക്കുകയും ശിവൻ പാശുപതാസ്ത്രം സമ്മാനിക്കുകയും ചെയ്യുന്നു. ഇതാണത്രേ ആടിവേടന് പിന്നിലുള്ള ഐതിഹ്യം. ചില പ്രദേശങ്ങളിൽ ആടിവേടൻ, വേടത്തി എന്നീ തെയ്യങ്ങളെത്തുമ്പോൾ കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗളിഞ്ചൻ എന്നൊരു തെയ്യവും എത്താറുണ്ടത്രേ. ഒരു ദേശത്ത് സഞ്ചാരം ആരംഭിക്കുമ്പോൾ ആ ദേശത്തെ പ്രധാന ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ഗൃഹസന്ദർശനം നടത്തുക. ചെണ്ടകൊട്ടി തുടർന്ന് വീടുകൾ തോറും കയറിയിറങ്ങുന്നു. തെയ്യം വീട്ടിലെത്തിയാൽ വീട്ടുകാർക്കും ചെയ്യാനുണ്ട് പ്രത്യേക ചടങ്ങുകൾ. പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിച്ചാണ് വീട്ടുകാർ കർക്കിടക തെയ്യങ്ങളെ വരവേൽക്കുന്നത്. വീട്ടുകാരുടെ അനുവാദത്തോടെ തെയ്യം ചെണ്ടമേളത്തിനൊപ്പം വീട്ടുമുറ്റത്ത് ചുവടുകൾ വയ്ക്കുന്നു. തുടർന്ന്
വിവിധ ചടങ്ങുകളോടെ ആധിയും വ്യാധിയും അകറ്റാൻ ഗുരുതി തർപ്പണവും നടത്തുന്നു. തളികയും തിരിയും വടക്കോട്ട് 3 പ്രാവശ്യം ഉഴിഞ്ഞുമറിക്കും. ഇങ്ങനെ ചെയ്യുന്നതിനാൽ തന്നെ കർക്കിടക ദോഷങ്ങൾ, അസുഖങ്ങൾ, വ്യാധികൾ തുടങ്ങിയ ദുഷ്ടതകളെല്ലാം മാറുമെന്നാണ് വിശ്വാസം. രാവിലെ 7 മണിയോടെ പുറപ്പെടുന്ന തെയ്യക്കോലങ്ങൾ സന്ധ്യയ്ക്ക് മുൻപേ തിരിച്ചെത്തുന്നു. വീടുകളിൽ നിന്ന് ദക്ഷിണയായി ലഭിക്കുന്ന പണം, അരി, പച്ചക്കറി, നെല്ല് തുടങ്ങിയവയാണ് ഇവരുടെ ചെറു വരുമാന മാർഗം. മാസാവസാനം സംക്രമ ദിനത്തോടെയാണ് കർക്കിടക തെയ്യങ്ങൾക്ക് പരിസമാപ്തിയാകുന്നത്. ദേശ സമുദായ വ്യത്യാസമനുസരിച്ച് സമാപന ചടങ്ങിനുമുണ്ട് വ്യത്യാസം. ചില ദേശങ്ങളിൽ തെയ്യക്കോലമണിഞ്ഞയാൾ അടുത്തുള്ള സമുദ്രത്തിൽ പോയി മുങ്ങി നിവരുന്നു. ഇതോടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത കർക്കിടകത്തിലെ സകല ജീർണതകളും ഒഴിവാകുന്നുവെന്നാണ് വിശ്വാസം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. വെറ്റ്ലാൻഡ് പ്രശ്നം, സ്വന്തം ഭൂമിയിലെങ്കിലും കൂര പണിയാൻ അനുമതി നൽകൂ സർക്കാരെ എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ധർണയുടെ ഭാഗമായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ടൗൺ ചുറ്റിവന്ന പ്രകടനം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നിവേദക സംഘം വന്ന് ഉമ്മൻചാണ്ടിയെ ഇത് ബോധ്യപ്പെടുത്തി. നിയമം ഇന്ന രൂപത്തിലാണ് ബാധിക്കുക. ഞാനിപ്പോൾ ഓർക്കുകയാണ്, തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ ഇതിന്റെ പരിസരത്തുള്ള മുഴുവൻ സ്ഥലവും ഈ ചതുർഭുജത്തിൽ വെറ്റ്ലാൻഡിൽ പെടും എന്നുള്ളത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന ഈ ബാവ അന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഉടനെ ചീഫ് സെക്രട്ടറിയെ വിളിച്ച് കേരള സർക്കാരിന്റെ വെറ്റ്ലാൻഡ് നിയമത്തിന്റെ പേരിൽ കേരള ജനത വളരെ പ്രയാസം നേരിടുകയാണ്. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ ദുരിതവും പ്രയാസവും നേരിടുന്നത് തൃക്കരിപ്പൂർ പഞ്ചായത്ത് നിവാസികളാണ്. നേരത്തെ അനുമതി ലഭിച്ച കെട്ടിടവും വീടും നിർമ്മാണം പൂർത്തിയായവർക്ക് നമ്പർ നൽകാനാവാതെ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ പ്രയാസപ്പെടുകയാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. M. അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. KP മുഹമ്മദ്, MTP ഖരീം, VK ബാവ, TV അബ്ദുൽ വഹാബ്, ഷംസുദ്ദീൻ IT തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. യാത്ര ദുഷ്കരമാക്കിക്കൊണ്ട് നരീക്കാംവള്ളി അറത്തിലമ്പലം റോഡ് ചെളിക്കുളമായി. ആർക്കും എപ്പോൾ വേണമെങ്കിലും തെന്നിവീഴാൻ പാകത്തിലാണ് ഈ റോഡിന്റെ കാര്യത്തിൽ രോഷാകുലരായിരിക്കുകയാണ് ജനങ്ങൾ. നരീക്കാംവള്ളി അറത്തിൽ അമ്പലം റോഡ് ഇത് 2ാം വട്ടമാവും വാർത്തയിൽ പ്രത്യക്ഷപ്പെടുന്നത്. മറ്റൊന്നുമല്ല, ആർക്കും എപ്പോൾ വേണമെങ്കിലും വഴുതി വീഴാവുന്നത്രയും ചെളി നിറഞ്ഞതാണ് ഈ റോഡ്. തകർന്ന റോഡിൽ ചെളിക്കുളമാണ്. കഷ്ടപ്പെടുന്നത് കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും. ഇതിലെ കൂടെ ഈ മണ്ണ് കൊണ്ടിട്ടു റോഡ് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ അമ്പലത്തിൽ തെയ്യുണ്ടായിന്. ആ സമയത്തേ പറഞ്ഞിട്ട് റോഡ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. അത് ഇതുവരെ ചെയ്തിട്ടില്ല. എത്രയോ വർഷങ്ങളായി ഈ റോഡ് ഇങ്ങനെ ഇട്ടിട്ട് ജനങ്ങൾക്ക് വഴി പോകാനോ ഒന്നും പറ്റുന്നില്ല. ഇത് ഈ മണ്ണിട്ടു, അവർക്ക് വണ്ടിക്കാർക്ക് വണ്ടി കൊണ്ടുപോകും. ഈ ജനങ്ങളെങ്ങനെ നടന്നിട്ട് കൊണ്ട് എത്രയോ മാസങ്ങളായി ഞങ്ങൾ ഈ അമ്പലത്തിൽ വരെ വരാൻ പറ്റാതെ. ദിനേന നിരവധി പേരാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇതുവഴി അമ്പലത്തിലേക്ക് പോകുവാനും പ്രയാസത്തിലാണ് എന്ന് നാട്ടുകാർ പറയുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കർക്കിടകമെന്ന് കേൾക്കുമ്പോഴേ മനസ്സിലെത്തുക കർക്കിടക കഞ്ഞിയാണ്. എന്നാൽ കേൾക്കുന്നതല്ലാതെ പലർക്കും ഇതിന്റെ രുചിയറിയില്ല. നവരനെല്ലും വിവിധ ഇനം പച്ചിലകളും ചേർത്തുണ്ടാക്കുന്ന ഔഷധക്കഞ്ഞിയെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കാനായി വേങ്ങയിൽ UP സ്കൂൾ. കർക്കിടകത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടകക്കഞ്ഞി. പോഷക ഗുണങ്ങൾ ഏറെയുള്ള കർക്കിടകക്കഞ്ഞി രോഗപ്രതിരോധ ശേഷി നൽകുന്നതാണ്. ഞവരയരിയോടൊപ്പം മുക്കുറ്റി, കീഴാർനെല്ലി, ചെറൂള, കുറുന്തോട്ടി തുടങ്ങി 25ഓളം ഔഷധ സസ്യങ്ങളും ദശപുഷ്പവും ഉലുവ, പരിപ്പ്, ചെറുപയർ തുടങ്ങിയവയും ചേർത്തുണ്ടാക്കുന്ന കഞ്ഞിക്ക് രുചിയേക്കാൾ ഔഷധഗുണത്തിനാണ് പ്രാധാന്യം. പുതുതലമുറയെ ഔഷധക്കഞ്ഞി പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ കാനായി വേങ്ങയിൽ UP സ്കൂളിൽ നടന്ന പരിപാടി AEO രവീന്ദ്രൻ കാവിലെ വളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് ലളിതാംബിക,
ടി ഭാസ്കരൻ, ജീവൻകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഔഷധവൈദ്യൻ നാരായണൻ കാനായിയാണ് കുട്ടികൾക്കായി ഔഷധക്കഞ്ഞി തയ്യാറാക്കി അതിന്റെ ഗുണങ്ങൾ വിശദീകരിച്ചത്. ആയുർവേദ ഔഷധക്കഞ്ഞി കർക്കിടക മാസത്തിൽ പ്രധാനമായിട്ടും ഓരോ വീടുകളിലും വെച്ച് കഴിക്കേണ്ട കഞ്ഞിയാണ്. ഇന്ന് നമ്മളെ വേങ്ങേൽക്കാന LP സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഔഷധ കഞ്ഞി ഇന്ന് വിതരണം ചെയ്യുകയാണ്. അതായത് കൂവളത്തിൻ്റെ ഇല, മാതളനാരങ്ങൻ്റെ ഇല, ചെറുപുള, ദശപുഷ്പങ്ങളൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു പച്ച കളറിലുള്ള ഒരു കഞ്ഞിയാണ് ഇവിടെ ഇന്ന് നവര അരി ഇട്ടിട്ട് കഞ്ഞി വെച്ച് കൊടുക്കുന്ന കുട്ടികൾക്ക്. അതുപോലെ തന്നെ 25ഓളം പച്ചിലകൾ ചേർത്തുകൊണ്ടുള്ള അതിനൊരു സമ്മന്തി അങ്ങനെ ചേർത്തിട്ട് ഇന്നിവിടെ കുട്ടികൾക്കില്ല ഈ കർക്കിടക മാസത്തിൽ പ്രദാനം ചെയ്യുന്ന ഒരു ഔഷധ കഞ്ഞി ഇന്നിവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മളെ നാട്ടിൻ പുറത്തിൽ കാണപ്പെടുന്ന എല്ലാ ഔഷധ ചെടികളും അത് നമ്മൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് വലിയ അറിവുകളും കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഈ കഞ്ഞി ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. MSF ബീരിച്ചേരി ശാഖ ശിഹാബ് തങ്ങൾ സ്മാരക 3ാമത് ജനപ്രിയ ബസ് പുരസ്കാരം മേനക ബസിന് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി MC കമറുദ്ദീൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. വിദ്യാർത്ഥികളുമായുള്ള സ്നേഹസമീപനം, ശുചിത്വം, കൃത്യത, വേഗത തുടങ്ങിയവ മുൻനിർത്തി 2 മാസക്കാലം കൃത്യമായി നിരീക്ഷിച്ചും SMS സംവിധാനം ഏർപ്പെടുത്തിയും പൊതുജനാഭിപ്രായം, പോലീസ് വിവരങ്ങൾ തേടിയുമാണ് ജനപ്രിയ ബസിനെ തിരഞ്ഞെടുത്തത്. SMS വോട്ടിംഗിൽ 4700ഓളം പേർ ഇഷ്ടബസിനായി വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. പുരസ്കാര സമർപ്പണ ചടങ്ങിൽ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി MC ഖമറുദ്ദീനിൽ നിന്നും ബസ് ജീവനക്കാരായ രഞ്ജിത്ത്, PK ഉണ്ണികൃഷ്ണൻ, P മോഹനൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. അത് ഞങ്ങൾ തെരഞ്ഞെടുത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാ തിരിച്ചേരിയിലെ നാട്ടുകാർക്കും ആൾക്കാർക്കും നമ്മൾക്ക് വേണ്ടി എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിക്കുന്നു. ചടങ്ങിൽ തൃക്കരിപ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി VK ബാവ, പഞ്ചായത്ത് സെക്രട്ടറി സത്താർ വടക്കുംപാട്, മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് NKP മുഹമ്മദ് കുഞ്ഞി, യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി VPP ഷുഹൈബ്, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് രവി, MSF ജില്ലാ സെക്രട്ടറി TV കുഞ്ഞബ്ദുള്ള തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. 3 വർഷമായിട്ട് ജനങ്ങളിൽ നിന്ന് SMS സംവിധാനം സ്വീകരിച്ചുകൊണ്ട് അവർ ജനപ്രിയ ബസ്സിനെ തിരഞ്ഞെടുക്കുകയാണ്. വാസ്തവത്തിൽ ബസ്സുകളെ കല്ലെറിയുകയും കണ്ടക്ടറെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലയളവിൽ ഇത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. ഇത് അവർക്ക് വലിയൊരു പ്രചോദനമാകും. നല്ല പെരുമാറ്റം കാഴ്ചവെക്കാൻ, സാംസ്കാരികമായി നല്ല രൂപത്തിൽ പെരുമാറാൻ, അമിത സ്പീഡ് എടുക്കാതെ കണ്ട് സമയബന്ധിതമായി എത്തിച്ചേരാൻ. ശാഖാ പ്രസിഡന്റ് VP അസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VP മഷൂദ് സ്വാഗതവും ജനപ്രിയ ബസ് പുരസ്കാര കോർഡിനേറ്റർ മർസൂഖ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. KSTA കരിവള്ളൂർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കൂക്കാനം ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പൊതുവിദ്യാഭ്യാസ സദസ്സ് സംഘടിപ്പിച്ചു. M മഹേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 75% അതായത് 100 ദശലക്ഷക്കണക്കിന് ന്യൂറോൺ ബുദ്ധി വളർച്ചയൊക്കെ എപ്പോൾ ഉണ്ടാവും? ഏർലി സ്റ്റേജിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധി വൈകല്യം ഇല്ലാത്ത കുട്ടികൾക്ക്, സാധാരണഗതിയിൽ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക്, മറ്റു വെല്ലുവിളികളൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ലോകത്തെവിടെയുമുള്ള കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി LDF സർക്കാർ നടപ്പിലാക്കി വരുന്ന നവകേരള മിഷനിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇതിന്റെ ഭാഗമായാണ് KSTA കരിവള്ളൂർ ബ്രാഞ്ച് പൊതുവിദ്യാഭ്യാസ സദസ് സംഘടിപ്പിച്ചത്. സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകളുടെ ഭാഗമായാണ് ഈ വർഷം കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് ഒഴുകിയെത്തിയതെന്നും ഇത് നിലനിർത്തുന്നതിന് ശ്രമിക്കേണ്ടതുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ M മഹേഷ് കുമാർ മാസ്റ്റർ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ P ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KV വിനയകുമാർ, P സുഗുണൻ മാസ്റ്റർ, V ഉണ്ണിക്കണ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ചെറുകിട വ്യവസായ തൊഴിലാളി യൂണിയൻ CITU വെള്ളൂർ ഡിവിഷൻ സമ്മേളനം വെള്ളൂർ ചന്ദൻകുഞ്ഞി മെമ്മോറിയൽ ഹാളിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്വ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ അടുത്ത കാലത്താണ് ഇസ്രായേൽ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയത്. അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിൽക്കാൻ സമയമില്ല. മിക്കവാറും ഡിവിഷൻ പ്രസിഡന്റ് KP പ്രകാശൻ സമ്മേളനത്തിൽ അധ്യക്ഷനായി. ഡിവിഷൻ സെക്രട്ടറി A കിഷോർ കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം പാവൂർ നാരായണൻ, യൂണിയൻ സെക്രട്ടറി VP പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. പ്രസിഡന്റായി KP പ്രകാശിനെയും സെക്രട്ടറിയായി A കിഷോർ കുമാറിനെയും തിരഞ്ഞെടുത്തു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
പാർട്ടിയുടെ സ്ഥാപക ദിനാഘോഷം വേറിട്ട പ്രവർത്തനത്തിലൂടെ മികവുറ്റതാക്കി CMP പയ്യന്നൂർ ഏരിയ കമ്മിറ്റി. സ്ഥാപക ദിനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തകർ മാതൃകയായി. CMP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുൻകൈ എടുക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വിദ്യാലയത്തിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഥാപനവുമായി വളരെയധികം ബന്ധമുണ്ട്. എന്റെ പിതാവ് പാർട്ടി സ്ഥാപക ദിനാചരണം ജീവകാരുണ്യ പ്രവർത്തന മേഖലയ്ക്ക് മാറ്റിവെച്ചാണ് പയ്യന്നൂരിലെ CMP പ്രവർത്തകർ മാതൃകയായത്. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് അരിയും സാധനങ്ങളും പച്ചക്കറികളും പ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ശേഖരിച്ച് കൈമാറി. CMP പയ്യന്നൂർ ഏരിയ സെക്രട്ടറി B സജിത്ലാലിൽ നിന്നും ശ്രീനാരായണ വിദ്യാലയം വാർഡൻ പ്രകാശൻ P, AKP നാരായണൻ എന്നിവർ ഏറ്റുവാങ്ങി. P രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. KV ദാമോദരൻ, VP ശശിധരൻ, P രജനി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ സബ് ജില്ലാ സംസ്കൃത കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ BRCയിലായിരുന്നു പരിപാടി. P ഗോവിന്ദൻ സ്വാഗതവും MN സതി നന്ദിയും പറഞ്ഞു. UP ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കുള്ള പ്രശ്നോത്തരി M മുരളീകൃഷ്ണൻ നമ്പൂതിരി നയിച്ചു. LP വിഭാഗം കുട്ടികളുടെ രാമായണ പാരായണവും പ്രച്ഛന്നവേഷ മത്സരവും നടന്നു. തുടർന്ന് സമ്മാനദാനം AEO രവീന്ദ്രൻ കാവിലെ വളപ്പിൽ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവള്ളൂർ ഓണക്കുന്നിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തുറന്നു. പയ്യന്നൂർ റൂറൽ ബാങ്ക് പ്രസിഡന്റ് EP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഭരണസമിതി ആ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് തീർച്ചയായും വലിയ സാമ്പത്തിക ബാധ്യത നിർവഹിച്ചുകൊണ്ട് ബാങ്ക് കൂടെ ബസ് കാത്തിരിപ്പ് ഷെഡ് നിർമ്മിക്കാനും അത് ഉദ്ഘാടനം ഞങ്ങൾക്ക് സാധിച്ചു. ഓണക്കുന്നിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി നിലവിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റിയിരുന്നു. ഇത് ജനങ്ങളിൽ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇത് കണക്കിലെടുത്താണ് പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓണക്കുന്നിൽ പുതിയതായി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ CPIM കരിവള്ളൂർ സൗത്ത് ലോക്കൽ സെക്രട്ടറി P കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി UV ശശീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. K രവീന്ദ്രൻ മാസ്റ്റർ, അപ്പ്യാൽ രാഘവൻ, PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, K രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പയ്യന്നൂർ കോളേജ് വിദ്യാർത്ഥിനി കൂട്ടായ്മ മാതൃകത്തിന്റെ നേതൃത്വത്തിൽ 1ാം വർഷ വിദ്യാർത്ഥിനി കൺവെൻഷനും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സ്നേഹദീപം തെളിയിക്കലും നടന്നു. പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം PC സുബൈദ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് എത്ര ഭാഷ, കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് എത്ര ഭാഷ സംസാരിക്കുന്നവരുണ്ടെന്ന് പറയാൻ പറ്റും നമുക്ക്. 1618 ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. 6400ഓളം ജാതികൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അങ്ങനെ 6400ഓളം ജാതികളും 1618 ഭാഷ സംസാരിക്കുന്നവരും 29 ഉത്സവങ്ങളും ഒക്കെയുള്ള വിവിധ സംസ്കാരങ്ങളുള്ള, കാരണം ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 6 മതങ്ങളുണ്ട്. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന കൺവെൻഷനിൽ മാതൃകം ജോയിന്റ് കൺവീനർ P അശ്വതി അധ്യക്ഷത വഹിച്ചു. സോന P, ഡോക്ടർ സപ്ന ജേക്കബ്, UP ജയന്തി, അഞ്ജലി സന്തോഷ്, P ശ്രീഷ്മ, റിംന കണ്ണൻ, MK ശ്രീലക്ഷ്മി, നന്ദിക തുടങ്ങിയവർ സംസാരിച്ചു. മാതൃകം കൺവീനർ അനശ്വര K സ്വാഗതവും ആര്യ നന്ദിയും പറഞ്ഞു. സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് MLA കല്യാശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിൽ തമ്പാൻ വൈദ്യർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ എഴുത്തുപെട്ടി, ശാസ്ത്രമൂല എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. ഹെഡ്മാസ്റ്റർ P അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ ഞാൻ ഈ വിഷയത്തെ കാണുകയാണ്. പക്ഷെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രന്ഥാലയം അതിൻ്റെ തൊട്ടടുത്ത സ്കൂളിനെ ദത്തെടുക്കുക, അതുവഴി ഉണ്ടാകാൻ പോകുന്ന വലിയ വിപ്ലവം എന്തായിരിക്കും? അതൊരു വിപ്ലവം തന്നെയായിരിക്കും, ഒരു സംശയമില്ല. നിങ്ങളിലെത്തുന്ന പുസ്തകം നിങ്ങളുടെ രക്ഷിതാവിന് കൂടി ഒരു കല്യാശ്ശേരി മണ്ഡലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് നടത്തുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി കുട്ടികളുടെയും അമ്മമാരുടെയും വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുഞ്ഞിമംഗലം തമ്പാൻ വൈദ്യർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഗോപാൽ UP സ്കൂൾ ദത്തെടുക്കുന്നു. കൂടാതെ എഴുത്തുപെട്ടി, ശാസ്ത്രമൂല എന്നിവയുടെ ഉദ്ഘാടനവും സ്കൂളിൽ നടന്നു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ P അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. A ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് KV ഗോപാലൻ സ്വാഗതം ആശംസിച്ചു. KK സതീദേവി ശാസ്ത്രമൂല ഉദ്ഘാടനം ചെയ്തു. KP ലക്ഷ്മണൻ, M ഉണ്ണികൃഷ്ണൻ, പ്രസീത ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.
കൺസ്ട്രക്ഷൻസ് ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU പേരളം നോർത്ത് ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുത്തൂർ പുന്നക്കുടൻ സ്മാരക കലാവേദി പരിസരത്ത് അനുമോദനം സംഘടിപ്പിച്ചു. കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വില നിശ്ചയിക്കുമെന്ന് BJP ഗവൺമെന്റ് വാഗ്ദാനം നൽകിയതാണ്. ഒരു കാർഷികോൽപ്പന്നത്തിനും ഉൽപാദന ചെലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വില നിശ്ചയിച്ചിട്ടില്ല. വാങ്ങിയ കടം തിരിച്ചെടുക്കാൻ കഴിയാതെ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പൊ ആത്മഹത്യ കഴിഞ്ഞൊരു വർഷത്തെ 24% വർധനവാന്നാ പറഞ്ഞത് കാർഷിക ആത്മഹത്യ. കൺസ്ട്രക്ഷൻസ് ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ പേരളം നോർത്ത് ഡിവിഷൻ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന തൊഴിലാളികളുടെ മക്കളിൽ നിന്നും ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത്. ചടങ്ങിൽ V. ഷിബു അധ്യക്ഷത വഹിച്ചു. SSLC വിഭാഗത്തിൽ അനുശ്രീ ഗംഗാധരൻ, തേജലക്ഷ്മി എന്നിവരെയും +2 വിഭാഗത്തിൽ അനഘ സുരേഷിനെയുമാണ് കെ രാഘവൻ ഉപഹാരം നൽകി അനുമോദിച്ചത്. OP ഭാസ്കരൻ, P. കരുണാകരൻ, K. മധു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. സർവീസിൽ നിന്നും വിരമിച്ച പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് മാനേജർ VPP ഉമ്മറിന് സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ബാങ്ക് ചെയർമാൻ V. കൃഷ്ണമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും താഴെത്തട്ടിൽ നിന്നുള്ള ഒരു ജീവനക്കാരനായി ഉയർന്നു വന്ന് ബാങ്കിൻ്റെ ജനറൽ മാനേജർ എന്ന പോസ്റ്റിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആണെങ്കിലും ആ പോസ്റ്റിൻ്റെ ചാർജ് വഹിച്ചുകൊണ്ട് ഇന്ന് വിരമിക്കുമ്പോൾ നമ്മുടെ ബാങ്ക് കഴിഞ്ഞ 2-3 വർഷമായി നേരിട്ട പയ്യന്നൂർ വൈശാഖ ഇന്റർനാഷണൽ വെച്ച് നടന്ന യാത്രയയപ്പ് യോഗവും കുടുംബസംഗമവും സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് NV മധുസൂദനന്റെ അധ്യക്ഷതയിൽ ബാങ്ക് ചെയർമാൻ V. കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. K. കുഞ്ഞിരാമൻ മാസ്റ്റർ, CV. വിനോദ് കുമാർ, യൂണിറ്റ് ഇൻസ്പെക്ടർ മഹേഷ് എന്നിവർ പ്രസംഗിച്ചു. കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഉപഹാരം TV. സുനിൽ, TP. ദിലീപ് കുമാർ എന്നിവർ ചേർന്ന് നൽകി. ചടങ്ങിൽ VV. രഞ്ജിത്ത് സ്വാഗതവും V. രേഖ നന്ദിയും പറഞ്ഞു. കേരള കർഷക സംഘം കരുവള്ളൂർ സൗത്ത് വില്ലേജ് കൺവെൻഷൻ ഓണക്കുന്നിൽ നടന്നു. TK. സുരേന്ദ്രൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. NV. നാരായണ മാസ്റ്റർ അധ്യക്ഷനായി. V. കുഞ്ഞികൃഷ്ണൻ, P. ഗംഗാധരൻ, KV. അച്യുതൻ മാസ്റ്റർ, VP. ശാരദ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടോത്ത് കിസാൻ ഗോവൽ ശാന്തിഗ്രാം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിവന്ന യോഗ പരിശീലനം സമാപിച്ചു. നഗരസഭ വൈസ് പ്രസിഡന്റ് KP. ജ്യോതി ഉദ്ഘാടനം ചെയ്തു. മാറ്റൊലി ഗ്യാപ് സബ്സിഡി നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെ. ഓരോ കാര്യത്തിനാകുമ്പോൾ വില കൂടുതൽ വർദ്ധിച്ച് വരുമല്ലേ ഇന്ന്. ഇപ്പം നമ്മൾ ഗ്യാസിന് മാത്രമല്ല പൊതുവെ എല്ലാത്തിനും, ഇപ്പം പച്ചക്കറിക്കായാലും എല്ലാത്തിനും വില തന്നെ. ഇപ്പം അതിനുപരിയായിട്ട് ഗ്യാസിന് വില കൂടി. അരിക്കുണ്ട് 42-45 റുപ്യ. എല്ലാത്തിനും വില തന്നെ. എന്താ ചെയ്യുക, ഇപ്പോൾ GST വന്നാൽ വില കുറയുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാം കൂടെ GST വരുമ്പോഴത്തേക്ക് താങ്ങാനാവാത്ത വിലയാണ്. ഇപ്പോൾ പച്ചക്കറിയുടെ വില എവിടെയോ എത്തി. തക്കാളിക്കൊക്കെ എത്ര 80 റുപ്യ വരെയാണ് ആയിട്ടുള്ളത്. അതേമാതിരി തന്നെ ഇപ്പോൾ പറഞ്ഞ ഗ്യാസിന് സബ്സിഡി നിർത്താൻ പോകുന്നു. 2018 മാർച്ചോട് സബ്സിഡി നിർത്താൻ പോകുന്നു. സബ്സിഡി നിർത്തുന്നത് വരെ 44 റുപ്യ മാസത്തിൽ കുറച്ച് കൂടിക്കൊണ്ട് വില കൊടുക്കണം ഇപ്പോൾ നമ്മൾ. അപ്പോൾ അതും കൂടി വരുമ്പോൾ ആകെ ദുരിതമായി. ഇപ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പ് ശീലിച്ച് വന്ന പെണ്ണുങ്ങൾക്കെല്ലാം ഇനിയിപ്പോൾ ഇത് മാറ്റണമെങ്കിൽ പഴയ വിറകടുപ്പ് സമ്പ്രദായത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. എല്ലാം പഴയതിലേക്ക് തന്നെ നീങ്ങേണ്ടി വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഏറെ ദുരിതപൂർണ്ണമായിട്ടാണ്. നമുക്കെല്ലാം എന്ന് പറഞ്ഞാൽ ചെറിയ പെൻഷനാണ് കിട്ടുന്നത്. അതിലൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള വർധനമൊന്നുമില്ല. അപ്പോൾ ജീവിതം തന്നെ ആകെ ദുസ്സഹമായിട്ട് വരാൻ പോകുന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. പറഞ്ഞു ഇപ്പം നമ്മൾക്ക് കിട്ടുന്ന ഈ ഗ്യാസിൻ്റെ ഇതിൽ സബ്സിഡി എടുത്തു കളയും. അത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അതിനെ കൊണ്ട് അത്ര കൃത്യമാനം വരുമാനമുള്ളവരാണ് നമ്മളെപ്പോലത്തെ ആൾക്കാർ. അവർക്ക് ഈ സബ്സിഡി എടുത്തു കളഞ്ഞാൽ ഞങ്ങൾക്ക് അത് വലിയ കഷ്ടമുണ്ട്. അത് ഇപ്പം വിറക് എന്ന് പറയുന്നത് കിട്ടാനില്ല. അപ്പോൾ ഇത് നമുക്കിപ്പം ഈ ഗ്യാസിൻ്റെ കാര്യത്തിലാണ് ഇപ്പം നമ്മൾ വേണ്ടത്. അതിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അറിയിപ്പോൾ സ്പെഷ്യാലിറ്റി ഡയബറ്റിക് ക്ലിനിക്ക് ജീവനി പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വെച്ച് ഓഗസ്റ്റ് 5 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ പ്രമേഹ രോഗ നിർണയത്തിനായി സൗജന്യ രക്തപരിശോധന ക്യാമ്പ് നടത്തും.
കർഷക ദിനം നഗരസഭാതല പരിപാടി ഓഗസ്റ്റ് 17 കണ്ടങ്കാളിയിൽ നടക്കും. സംഘാടക സമിതി യോഗം ഓഗസ്റ്റ് 2 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് കണ്ടങ്കാളി വായനശാല ഗ്രന്ഥാലയത്തിൽ വെച്ച് നടക്കും. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് പൂർത്തിയാക്കി പരീക്ഷ ജയിക്കുന്നവർക്ക് SSLC +2 തുല്യമായ സർട്ടിഫിക്കറ്റ് പരീക്ഷാഭവൻ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് സാക്ഷരതാ മിഷൻ വെള്ളൂർ വികസന കേന്ദ്രത്തിലോ നഗരസഭ കുടുംബശ്രീ വിഭാഗത്തിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9772961601. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. രാമന്തളി ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അർഹരായ ഭൂരഹിത ഭവനരഹിതരെയും ഭൂമിയുള്ള ഭവനരഹിതരുടെയും കരട് ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ലിസ്റ്റ് പൊതുജനങ്ങൾക്ക് പരിശോധനയ്ക്കായി രാമന്തളി ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, രാമന്തളി കുടുംബശ്രീ ഓഫീസ്, കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് കണ്ണൂർ, സിവിൽ സ്റ്റേഷൻ കണ്ണൂർ, രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികൾ, വില്ലേജ് ഓഫീസ് രാമന്തളി, PHC എട്ടിക്കുളം, PHC രാമന്തളി, ആയുർവേദ ആശുപത്രി കുന്നത്തെരു എന്നിവിടങ്ങളിൽ പരിശോധനയ്ക്ക് ലഭ്യമാണ്. ആക്ഷേപങ്ങൾ ഓഗസ്റ്റ് 10 വരെ പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കാവുന്നതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു. പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം 2017 സംഘാടക സമിതി രൂപീകരണ യോഗം ഓഗസ്റ്റ് 4 വെള്ളിയാഴ്ച വൈകിട്ട് 3:30 തായിനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. പയ്യന്നൂർ തുമ്പക്കോവൽ AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് ഓഗസ്റ്റ് 6 ഞായറാഴ്ച 3 മണി മുതൽ ലൈബ്രറി ഹാളിൽ നടക്കും. കണ്ടോത്ത് കിസാൻ കോവൽ ശാന്തിഗ്രാം റെസിഡൻസ് അസോസിയേഷൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി യോഗ പരിശീലനത്തിൻ്റെ 2ാം ബാച്ച് ആരംഭിക്കുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9847505449 9400305622 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കണ്ടോത്ത് കിസാൻ കോവൽ ശാന്തിഗ്രാം റെസിഡൻസ് അസോസിയേഷൻ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ അനുമോദിക്കുന്നു. അപേക്ഷകൾ സെക്രട്ടറി KKS റെസിഡൻസ് അസോസിയേഷൻ അന്നൂർ PO പയ്യന്നൂർ എന്ന വിലാസത്തിലോ 9447771584 9400305622 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. DYFI മധ്യമേഖലാ ജാഥയ്ക്ക് താവത്ത് തുടക്കമായി. ശിലായുഗത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന തരത്തിലാണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നതെന്ന ഉദ്ഘാടന യോഗത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലന കേന്ദ്രത്തിനുള്ള പുരസ്കാരം പെരിങ്ങോം CRPF ക്യാമ്പിന്. അവാർഡ് ജേതാക്കൾക്ക് പൗരാവലിയുടെയും ക്യാമ്പംഗങ്ങളുടെയും വർണ്ണശബളമായ സ്വീകരണം. പാചകവാതകത്തിനുള്ള സബ്സിഡി അടുത്ത വർഷം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. കുടുംബ ചിലവുകളെ ഇത് സാരമായി തന്നെ ബാധിക്കുമെന്നാണ് വീട്ടമ്മമാരുടെ നിലപാട്. ഓരോ മാസവും 4 രൂപ കൂട്ടാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. കർക്കിടകത്തിന്റെ ദുർദേവതകളെ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ വരവായി. മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. ആടിവേടനും ഗൃഹസന്ദർശനം സജീവം. വെറ്റ്ലാൻഡ് പ്രശ്നം. മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.